ടു MS സൊല്യൂഷൻസ്. ഇറ്റ്സ് മീ വർഷ. അപ്പോൾ മക്കളെ, നിങ്ങളുടെ +1 അലോട്ട്മെന്റിന്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. 25 മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ പറയാനാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ബസ് വന്നിട്ടുള്ളത്. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ അവസാനം വരെ കാണാം. അപ്പോൾ കുറേ ആളുകൾ തന്നെയായിരിക്കും അപ്ലൈ ചെയ്യുക, കുറച്ച് ആളുകൾ അക്ഷയ സെന്ററിലോ കഫേയിലൊക്കെ പോയിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എങ്ങനെയായിരുന്നു നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. എന്തെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഒരു എറർ സംഭവിച്ചാൽ നിങ്ങളുടെ അഡ്മിഷനെ അത് എഫക്റ്റ് ചെയ്യും, നിങ്ങളുടെ അലോട്ട്മെന്റ് ഒക്കെ വൈകാനൊക്കെ അത് കാരണമാകും. സോ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിൽ www.admission.dge.kerala.gov.in അല്ലെങ്കിൽ HSCAP വഴിയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആപ്ലിക്കേഷൻ സമർപ്പിക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനെ നിങ്ങൾ ഈ ഒരു സൈറ്റിലേക്ക് കയറുന്ന സമയത്ത് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുക. അപ്പോൾ ക്ലിക്ക് ഫോർ ഹയർ സെക്കൻഡറി അഡ്മിഷൻ അല്ലെങ്കിൽ ക്ലിക്ക് ഫോർ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ അഡ്മിഷൻ, നിങ്ങൾ ഏതാണോ ചൂസ് ചെയ്യുന്നത് അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഹയർ സെക്കൻഡറി നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് ചെല്ലും. ആ ഒരു വിൻഡോയിൽ ഈ സൈഡിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS. ഇതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ലോഗിൻ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുകയാണ് കേട്ടോ. ഓക്കെ, ലോഗിൻ ID ഒക്കെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളിത് അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് വരും. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ല ഡിസ്ട്രിക്ട് ഏതാണെന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കാം. ഓക്കെ, അത് കഴിയുമ്പോൾ നിങ്ങളിതാ ഇങ്ങനെ അടുത്ത കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു വിൻഡോയിലേക്ക് വരുന്നതായിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ SSLCൻ്റെ സ്കീം സെലക്ട് ചെയ്യാം. ഇതിൽ തൊട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഏത് ഇയറിൽ, കുറേ ഇപ്പോൾ മുൻപ് 2 കൊല്ലം മുമ്പ് പാസ്സായവരൊക്കെ ഉണ്ട് ഈ ഒരു സ്കീമിൽ. CBSE ഉണ്ട്, ICSE ഉണ്ട്, അങ്ങനെ പല സ്കീമുകളുണ്ട്. നിങ്ങൾ സ്കീം തെറ്റിച്ചു കൊടുക്കരുത്. ആ സ്കീമിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ വരിക. അപ്പോൾ നിങ്ങളുടെ സ്കീം ഏതാണെന്ന് കറക്റ്റായിട്ട് ഇതിൽ നോക്കിയിട്ട് ഫില്ല് ചെയ്യുക. പിന്നെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, നിങ്ങൾ ഏത് മാസത്തിലാണ് പാസ്സായത്, നിങ്ങളുടെ വർഷം, പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ OTP ഒക്കെ, അതായത് ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ഫോൺ നമ്പർ തന്നെ കൊടുക്കുക. കാരണം നിങ്ങളുടെ OTP ഒക്കെ മെസ്സേജസും കാര്യങ്ങളൊക്കെ അതിലേക്കാണ് വരിക. സോ ആ ഒരു ഫോൺ നമ്പർ നോക്കിയിട്ട് എന്ത് ചെയ്യുക, കൊടുക്കുക. പിന്നെ അതിനുശേഷം മോഡ് ഓഫ് ആപ്ലിക്കേഷൻ ഒക്കെ ഫില്ല് ചെയ്യുക. ഇവിടെ ഒരു ക്യാപ്ച വരും, അത് ഫില്ല് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. എങ്കിൽ അടുത്തത്, അപ്പോൾ നിങ്ങളുടെ സ്കീമും കോഡൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നമ്പർ ICSE CBSE ആണോ ഏതാണെന്നുള്ള കോഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങളുടെ കോഡ്, ഇതിപ്പോൾ മുൻ വർഷത്തെ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇത് നോക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ 2026, 25, 26 ആ ഇയർ തന്നെ നോക്കിയിട്ട് സബ്മിറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ അടുത്തത്, നിങ്ങൾ രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വരും. അതായത് നിങ്ങൾ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ടല്ലോ, ഡിസ്ട്രിക്റ്റ്, സ്കീം, രജിസ്റ്റർ നമ്പർ, നിങ്ങളുടെ വർഷം, മൊബൈൽ നമ്പറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു വിൻഡോ വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സെൻഡ് OTP കൊടുക്കുക. OTP നിങ്ങൾക്ക് വരുന്ന സമയത്ത് ഇവിടെ OTP ഫില്ല് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, ഫോണിലേക്ക് OTP വരും. അപ്പോൾ നിങ്ങൾ എൻ്റർ ചെയ്യുന്ന ആ മൊബൈൽ നമ്പറുള്ള ഫോൺ നിങ്ങളുടെ കയ്യിൽ വേണം കേട്ടോ. അതിനുശേഷം നിങ്ങളുടെ അപ്പോൾ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനാണ്. അപ്പോൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ പാസ്വേഡ് മസ്റ്റ് ബി മോർ ദാൻ 8 characters long and must contain at least 1 lowercase character, 1 uppercase character, 1 number and 1 special character. ഇതൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു പാസ്വേഡ് വേണം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താ പാസ്വേഡ് കൺഫേം ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ രജിസ്ട്രേഷൻ പൂർത്തിയായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ പൂർത്തിയാവുന്ന സമയത്ത് നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ കിട്ടും. ഈ ആപ്ലിക്കേഷൻ നമ്പർ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തൊക്കെ. ഈ സംഭവം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഇത് മിസ്സാക്കരുത്. തുടർന്നുള്ള നിങ്ങളുടെ അലോട്ട്മെന്റ് പ്രോസസ്സിലേക്കും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ഇപ്പോൾ ഡാറ്റ നിങ്ങൾ എൻ്റർ ചെയ്തിട്ടുള്ള ഓപ്ഷൻസ് തിരുത്തണമെങ്കിലോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പർ ആവശ്യമാണ്. സോ ഈ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ യൂസർ നെയിം, പാസ്വേഡ്, അപ്ലൈഡ് ഡിസ്ട്രിക്റ്റ് ഒക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ കൊടുക്കാം. ഇനി നമ്മൾ പഴയ ആ ഒരു പേജിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞ ഈ ഒരു പേജിലേക്ക് വരും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്പർ, നിങ്ങളുടെ പാസ്വേഡ്, നിങ്ങളുടെ ജില്ല കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലോഗിൻ ചെയ്യാം. ഇനി പാസ്വേഡ് മറന്നു പോയാലും ഫോർഗോട്ട് പാസ്വേഡ് ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇതുപോലൊരു വിൻഡോയിലേക്ക് വരും. അപ്പോൾ ഇവിടെ താഴെ നിങ്ങൾക്ക് അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു വലിയ പേജിലേക്കാണ് വരുന്നത്. ഇത് ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനാണ്. ആദ്യം തന്നെ നിങ്ങൾക്ക് SSLCൻ്റെ സ്കൂൾ ഡീറ്റെയിൽസ്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ ഉണ്ടാവും, നിങ്ങൾ പഠിച്ച സ്കൂള്, ഓക്കെ, നിങ്ങളുടെ സ്കൂള് അവിടെ കൊടുക്കുക. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് ക്വാളിഫയിങ് എക്സാമിനേഷൻ ഡീറ്റെയിൽസ്, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളുടെ ഓൾറെഡി രജിസ്റ്റർ നമ്പർ കൊടുത്തോണ്ട് കുറേയൊക്കെ അവിടെ തന്നെ വന്നോളും. പിന്നെ നിങ്ങൾ ബോർഡ് എക്സാം പാസ്സായിട്ടില്ലേ, ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ കൊടുക്കുക. എത്രാമത്തെ ചാൻസിലാണെന്നുള്ള കാര്യം അവിടെ കൊടുക്കുക. ഇനി അതിനുശേഷം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. കാൻഡിഡേറ്റ് നമ്പർ, ജെൻഡർ, കാസ്റ്റ്, കമ്മ്യൂണിറ്റി, ഇനി OEC അങ്ങനെ കാറ്റഗറി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവിടെ ഫില്ല് ചെയ്യുക. റിലീജിയൻ, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ വന്നിട്ടുണ്ടാവും. നിങ്ങളുടെ ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, ഗാർഡിയൻസ് നെയിം, അതേപോലെ ആധാർ നമ്പറൊക്കെ കൃത്യമായിട്ട്
കൃത്യമായിട്ട്. അപ്പോൾ ആധാർ നമ്പറൊക്കെ ആധാർ കാർഡൊക്കെ എടുത്തിട്ട് വേണം അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഫില്ല് ചെയ്യുന്ന സമയത്ത്. ഇനി അതർ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി, അപ്പോൾ മൈനോറിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ ലാംഗ്വേജ് ഏതാണ്, പിന്നെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആണെങ്കിൽ അതിൻ്റെ ഏത് ടൈപ്പ് ആണെന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാം. ഓക്കെ, യെസ്. അത് കഴിഞ്ഞിട്ട് അതർ ഡീറ്റെയിൽസിൽ വരുന്നത് ഇത് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു. ഇനി റെസിഡൻസ് ഡീറ്റെയിൽസ് ആണ് നിങ്ങളുടെ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ മക്കളെ. കാരണം സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, താലൂക്ക്, നിങ്ങളുടെ ലോക്കൽ ബോഡി ഇതെല്ലാം ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്ന സ്കൂള് ഇല്ലെങ്കിൽ നിങ്ങൾ അതേ താലൂക്കിലാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ബോണസ് പോയിന്റ് ഉണ്ട്. അപ്പോൾ ബോണസ് പോയിന്റ് ഉള്ള ഇതുപോലുള്ള കാര്യങ്ങൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം, കൃത്യമായിട്ട് ഫില്ല് ചെയ്യാം. ഇനി അടുത്ത കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾക്ക് പെർമനന്റ് അഡ്രസ്സ് കൊടുക്കാം, പിൻകോഡ്. ഇനി നിങ്ങളുടെ കോൺടാക്ട് ഈ പെർമനന്റ് അഡ്രസ്സ് തന്നെയാണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എങ്കിൽ ജസ്റ്റ് ഇവിടെ സെയിം ആസ് പെർമനന്റ് എന്ന് പറഞ്ഞിട്ട് ടിക്ക് ഇടുക. ഇനി കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ഉണ്ട്, മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി നിങ്ങൾക്ക് ഇല്ലെങ്കിൽ മക്കളൊന്ന് ക്രിയേറ്റ് ചെയ്യുന്നത് നന്നാവും. ഇനി ഉണ്ടെങ്കിൽ അതിവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇനി ഈ ഒരു ആവശ്യത്തിന് മാത്രമല്ല, ഇനി അങ്ങോട്ടേക്കൊക്കെ ഇമെയിൽ ഐ ഡി ആവശ്യമാണ്. സോ അതൊന്ന് ക്രിയേറ്റ് ചെയ്യുക. ദെൻ ഇനി നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട നിങ്ങളുടെ എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസും നിങ്ങളുടെ സർട്ടിഫിക്കറ്റിനും നിങ്ങളുടെ ബോണസ് പോയിന്റിലേക്ക് വരുന്ന കാര്യങ്ങളാണ്. NCC സ്കൗട്ട് ആൻഡ് ഗൈഡ്സിലോ അല്ലെങ്കിൽ സ്റ്റുഡൻറ് പോലീസ് കാഡറ്റിലോ ലിറ്റിൽ കൈറ്റ്സിലൊക്കെ എ ഗ്രേഡ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാം. രാജ്യ പുരസ്കാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾക്ക് അത് ടിക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് ടിക്ക് ചെയ്യുന്ന എല്ലാത്തിൻ്റെയും സർട്ടിഫിക്കറ്റ്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം കേട്ടോ. ഓക്കെ, കാരണം ഇത് നിങ്ങൾക്ക് എപ്പോഴും അറിയോ ഇത് വരിക. അഡ്മിഷന് നിങ്ങൾ ആ സ്കൂളിൽ പോകുന്ന സമയത്ത് ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇവിടെ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യുന്ന സ്ഥലമുണ്ട്. അത് കൂടാതെ നിങ്ങൾ അഡ്മിഷൻ്റെ പ്രോസസ്സിൽ അവിടെ ചെല്ലുന്ന സമയത്ത് ഇത് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ അത് എഫക്റ്റ് ചെയ്യും. സോ നിങ്ങൾ എന്ത് കൊടുത്താലും അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. ഇനി അടുത്തത് നിങ്ങളുടെ ജവാൻ ആരെങ്കിലും സർവീസിലുള്ള ആളുകളുണ്ടോ, എക്സ് സർവീസിലുണ്ടെങ്കിലോ അല്ലെങ്കിൽ സർവീസിലുള്ള സമയത്ത് ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇനി ഒന്നുമില്ലെങ്കിൽ നൺ എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്താൽ മതി. ഇനി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ നിങ്ങൾക്ക് സ്പോർട്സിലോ ആർട്സിലോ ഒക്കെ സ്റ്റേറ്റ് ലെവലിലോ ഡിസ്ട്രിക്ട് ലെവലിലോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പ്രൈസ് ഗ്രേഡ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ രേഖപ്പെടുത്താം. ഇനി അടുത്ത നിങ്ങൾക്ക് NTSC നാഷണൽ എക്സാം നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ NMMS, USS, LSS ഈ എക്സാമുകളൊക്കെ നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിവിടെ ടിക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ സയൻസ് ഫെയർ, സോഷ്യൽ സയൻസിൻ്റെ ഫെയർ, മാത്സ് ഫെയർ, IT ഫെയർ, വർക്ക് എക്സ്പീരിയൻസ് അങ്ങനെയുള്ള ഫെയറിലൊക്കെ നിങ്ങൾക്ക് ഗ്രേഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിവിടെ കൊടുക്കാവുന്നതാണ് ടോപ്പ് പോയിന്റ്. ഇനി ഇതുപോലെ നിങ്ങളുടെ സ്കൂളിൽ ഒരുപാട് ക്ലബ്ബുകളുണ്ടല്ലോ, സയൻസും സോഷ്യലും IT അങ്ങനെ ഒരുപാട് ക്ലബ്ബുകളുണ്ട്. ഈ ക്ലബ്ബുകളിൽ ഏതെങ്കിലും നിങ്ങൾ മെമ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ഫില്ല് ചെയ്യാം. പക്ഷേ ഈ ക്ലബ്ബുകളുടെയൊക്കെ സർട്ടിഫിക്കറ്റ് സ്കൂളിൽ നിന്ന് വാങ്ങി എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് EWS അപ്പോൾ ഇൻകം സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട് മക്കളെ. നിങ്ങൾ എക്കണോമിക്കലി വീക്കർ സെക്ഷനിലാണെങ്കിൽ അത് പ്രൂവ് ചെയ്യാനുള്ളതായിട്ടുള്ള രേഖകളൊക്കെ നമുക്ക് ഈ ഒരു സമയത്ത് ആവശ്യമുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് അവിടെ ഫില്ല് ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ അവിടെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഓരോ MP, KB ഒക്കെ കാണാൻ പറ്റും. അതായത് 100 KB താഴെയുള്ള രീതിയിലൊക്കെയാണ് ഓരോ ഫോർമാറ്റ് ഒക്കെ ഉണ്ട്. ഈ സർട്ടിഫിക്കറ്റ്സും അതേപോലെ ഇമേജസ് ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ട ഫോർമാറ്റും അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം ഓരോ സ്കീം അനുസരിച്ചുള്ളത് ഒരു 1, 2, 3, 4, 5, 6, 7, 8 സ്കീമോളം ഉണ്ട്. അപ്പോൾ നിങ്ങൾ പഠിച്ച സ്കീം സാധാരണ സ്റ്റേറ്റ് ലെവലിൽ നിങ്ങൾ പഠിക്കുന്ന സ്കീം ഇതായിരിക്കും നിങ്ങൾക്ക് വരിക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഓൾറെഡി നിങ്ങളുടെ മാർക്ക് അവിടെ വന്നിട്ടുണ്ടാവും. അത് കറക്റ്റ് ആണോ എന്നൊന്ന് വെരിഫൈ ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. ഇനി നിങ്ങൾ അടുത്ത 2ാമത്തെ സ്കീമാണെങ്കിൽ ഓരോ ഇയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പാസ്സായിട്ടുള്ള വർഷം നോക്കുക. ഇനി CBSEക്കാർക്കും CBSEൻ്റെ ICSEൻ്റെ അങ്ങനെ നിങ്ങളുടെ സ്കീം ഓരോന്നനുസരിച്ച് മക്കൾ നോക്കുക കേട്ടോ. ഇനി CBSEക്കാരുടെ കേസിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ മാത്സിൻ്റെ അവിടെ ബേസിക്കും സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ട് 2 ടൈപ്പായിരിക്കും നിങ്ങൾക്ക് മാത്സ് പഠിക്കാനുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഏതാണ് പഠിച്ചത് എന്നുള്ളത് ചൂസ് ചെയ്യുക. ഇനി നിങ്ങൾ ബേസിക് മാത്സ് ആണ് പഠിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് മാത്സ് ഓപ്ഷനായിട്ട് വരുന്നത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റില്ല. സ്റ്റാൻഡേർഡ് മാത്സ് ആണ് നിങ്ങൾ പഠിച്ചതെങ്കിലാണ് മാത്സ് ഓപ്ഷനായിട്ട് വരുന്ന, ഇപ്പോൾ സയൻസിലൊക്കെ മാത്സ് ഓപ്ഷനായിട്ട് വരുന്ന അങ്ങനെ നിങ്ങൾക്ക് സബ്ജക്റ്റ് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കൃത്യമായിട്ട് എടുക്കുക. ഇനി അതേപോലെ നിങ്ങൾ ഏതെങ്കിലും പഠിക്കാത്ത സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ നിങ്ങൾ വേറെ എക്സ്ട്രാ ഇതിൽ ഇല്ലാത്തതാണ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും CBSEയിലും ICSEയിലൊക്കെ ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ഇതൊക്കെ പല ടൈപ്പ് സ്കീമിൻ്റെ ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏതാണെന്നുള്ള കാര്യം നോക്കിയിട്ട് ഫില്ല് ചെയ്യുക. അതിനുശേഷം ഇതെല്ലാം സബ്മിറ്റ് ചെയ്തതിന് ശേഷം അടുത്തത് വരുന്ന നിങ്ങളുടെ സ്കൂൾ ഡീറ്റെയിൽസ് ഓപ്ഷൻസ് ഫില്ല് ചെയ്യാനുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ സ്കൂൾ കോഡ് ഇനി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ മക്കളെ ഇത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ സ്കൂൾ കോഡുകളും ഇല്ലെങ്കിൽ സ്കൂളിൻ്റെ ഡീറ്റെയിൽസും നിങ്ങളുടെ ഓപ്ഷനും നിങ്ങൾ എന്ത് ചെയ്യണം, ചൂസ് ചെയ്ത് വെക്കണം. ഇനി അടുത്ത നിങ്ങൾക്ക് സ്കൂൾ കോഡ് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തൊട്ട് താഴെ സൈഡിൽ തന്നെ ഇവിടെ ക്ലിക്ക് ഹിയർ ടു വ്യൂ സ്കൂൾ ലിസ്റ്റ് ഉണ്ട്. അവിടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ കോഡ് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ ഓരോ സ്കൂൾ കോഡ് കൊടുക്കുക, നിങ്ങളുടെ ഓപ്ഷൻസ് ചൂസ് ചെയ്യുക, അങ്ങനെ സേവ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് മാക്സിമം എത്രയൊക്കെ നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റും അത് കറക്റ്റായിട്ട് നിങ്ങളുടെ ഏതാണോ നിങ്ങളുടെ സ്ട്രീം ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഫില്ല് ചെയ്യുക. ഇനി അടുത്തത് നിങ്ങൾക്ക്
സർട്ടിഫിക്കറ്റ്സ് ആണ്. ഓക്കെ, ക്വാളിഫയിങ് സർട്ടിഫിക്കറ്റ്, അതേപോലെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ്, എന്തെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഡിസബിലിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു സ്ഥലമാണിത്. അങ്ങനെ എല്ലാം കഴിഞ്ഞത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫൈനലായിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് വരും, ലാസ്റ്റ് ഒന്നും കൂടി നിങ്ങൾക്ക് എന്തെങ്കിലും എറർ ഉണ്ടോ, എഡിറ്റ് ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെ ഒന്നുകൂടി നിങ്ങൾ ഫില്ല് ചെയ്ത കാര്യങ്ങൾ മൊത്തം ആ ഒരു ഫുൾ വീഡിയോ അല്ല ഫുൾ പേജിൽ ഞാൻ നേരത്തെ കാണിച്ചതാ ഇങ്ങനെ ഒരു കംപ്ലീറ്റ് പേജ് വരും. ഓക്കെ, ഒന്നും കൂടി വെരിഫൈ ചെയ്യാൻ, അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊക്കെ ഒന്നും കൂടി ഒന്ന് വെരിഫൈ ചെയ്യുക, കൃത്യമായിട്ട് നോക്കുക. എന്നിട്ട് നിങ്ങൾ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ആയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ആ ആപ്ലിക്കേഷൻ നമ്പറും കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. അതിനുശേഷം ട്രയൽ അലോട്ട്മെന്റ് വന്നതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യണമെങ്കിലോ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിലോ ഒക്കെ തിരുത്താനുള്ള അവസരമുണ്ട്. അപ്പോൾ ഈ രീതിയിൽ വേണം മക്കൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു കാര്യം മക്കളോട് പറയാനുള്ളത്, നിങ്ങൾ ഏത് സ്ട്രീമാണ് ചൂസ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് പറ്റിയൊരു ബെസ്റ്റ് ഓഫർ പറയാം. +1 നിങ്ങളിതാ നമ്മുടെ MS സൊല്യൂഷൻ്റെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ 10th ഫുൾ A+ നേടിയ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് 50% ഓഫറിൽ നമ്മുടെ +1 ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാം. ഇനി നിങ്ങൾ 8 A+, 9 A+ ഒക്കെ വാങ്ങിയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് 25% ഓഫ് ഉണ്ടാകും. സോ ഈ ഒരു വിവരം ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒട്ടും സമയം കളയേണ്ട മക്കളെ, നന്നായിട്ട് പഠിച്ചു തുടങ്ങിക്കോളാം. അപ്പോൾ ഇതേപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളാം. ബൈ.